തരത്തിലുള്ള ഷോണിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ക്രിസ്ത്യൻ സമുദായത്തിന് നല്ല പ്രാമുഖ്യമുള്ള മണ്ഡലം പാല. താമര ചിഹ്നത്തിൽ ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ പോയി വോട്ട് ചെയ്യുമോ? അതെ, നമുക്ക് 25,000-ഓളം പേർക്ക് അവിടെ BJPക്ക് നേരത്തെ താമര ചിഹ്നത്തിൽ ഒരു ക്രിസ്ത്യൻ അല്ലാത്ത ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഷോൺ ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ മതവുമായും അതിന്റെ സഭകളുമായൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു നേതാവ് തന്നെയാണ്. മാത്രമല്ല പാലായിൽ ക്രൈസ്തവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മുന്നിട്ടിറങ്ങാൻ പറ്റിയ ഒരു നേതാവും അങ്ങനെ ഇറങ്ങി ഇടപെടുന്ന ഒരു നേതാവും ഷോൺ ജോർജാണ്. മാത്രമല്ല നമുക്കറിയാം ഛത്തീസ്ഗഡില് കന്യാസ്ത്രീകൾക്ക്, മലയാളികളായ കന്യാസ്ത്രീകൾക്ക് അവിടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ നിയോഗിക്കപ്പെട്ട BJPയുടെ സംസ്ഥാന നേതൃത്വം തന്നെ നിയോഗിക്കപ്പെട്ട് അവിടെ എത്തുകയും അത് പരിഹരിക്കുകയും ചെയ്ത നേതാവാണ് ഷോൺ ജോർജ്. മാത്രമല്ല ഇപ്പോൾ FCRA അവസാനം വിവാദത്തിലേക്ക് വന്നു. FCRA ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് ലിസ്റ്റ് ചെയ്ത സാധനമാണ്. പക്ഷേ അതിലുള്ള ആശങ്കകൾ മാറ്റിയിട്ട് മാത്രം മതി എന്നൊരു ചർച്ച കേന്ദ്ര നേതൃത്വത്തെ, BJP നേതൃത്വത്തെയും സർക്കാരിനെയും ഒക്കെ അറിയിക്കാൻ കഴിഞ്ഞ ഒരു നേതാവാണ് ഷോൺ ജോർജ്. അപ്പം ഷോൺ ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഷോൺ ജോർജിനെ പാലായ വേണ്ടതിനേക്കാൾ അധികം ഈ നേരത്തെ പറഞ്ഞ സഭകൾക്കൊക്കെ ഷോൺ ജോർജിന് ആവശ്യമാണ്. കാരണം കേന്ദ്രവുമായി നേരിട്ട് ബന്ധപ്പെടാനും അവരുടെ ആവശ്യങ്ങളൊക്കെ പരിഗണിക്കാനും അവിടെ ശ്രദ്ധയിൽപ്പെടുത്താനും നേടിയെടുക്കാനും ഒക്കെ കഴിയുന്ന ഒരു നേതാവാണ് ഷോൺ ജോർജ്. ആ സാഹചര്യത്തിൽ ഷോൺ ജോർജിനെ പിന്തുണയ്ക്കാനായിട്ട് സഭ ഒരുപക്ഷെ തയ്യാറാകില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. തയ്യാറാവാനുള്ള സാധ്യത നിലവിലുണ്ട്. അങ്ങനെ തയ്യാറാവുകയാണെങ്കിൽ അത് ഷോൺ ജോർജിന് വലിയ ഒരു മുന്നേറ്റം അവിടെ ഉണ്ടാകും. കാരണം BJP വോട്ടിന് പുറമെ അത്തരം വോട്ടുകൾ കൂടി ഷോണിന് സമാഹരിക്കാനായാൽ അത് വലിയ നേട്ടമായിട്ട് അവിടെ മാറും. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ ഷോൺ ജോർജും ജോസ് കെ മാണിയും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ വേണമെങ്കിൽ അവിടെ ഒരു അത്ഭുതം സംഭവിക്കാനുള്ള ഒരു വിദൂര സാധ്യതയെങ്കിലും നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല.